ഇനി കൊല്ലത്ത് നടുക്കിയ ഒരു സീരിയൽ കില്ലറെ കുറിച്ചുള്ള വാർത്തയിലേക്കാണ്. കൊല്ലത്തും പാരിപ്പള്ളിയിലും മാസങ്ങൾക്കിടെ നടന്ന 2 കൊലപാതകങ്ങൾ. 2 കേസുകളിലും പ്രതി ഒരാൾ തന്നെ. തമിഴ്നാട് സ്വദേശിയാണ് പ്രതി. ഇയാൾ പിടിയിലായി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൊല്ലത്തെയും പാരിപ്പള്ളിയിലെയും കൊലപാതകങ്ങൾ ഒരേ രീതിയിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 2ഇടത്തും പോലീസ് സംശയിക്കുന്ന തമിഴ്നാട് സ്വദേശിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. നാളുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഈ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത്. എസ് വിനീഷ് ചേർന്നു വിവരങ്ങളുമായി. വിനീഷ്, സീരിയൽ കില്ലറാണ്, തുടർച്ചയായി 2 കൊലക്കേസുകളിലെ പ്രതി. എങ്ങനെയാണ് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞത്? കാരണം വലിയ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. തുടർച്ചയായി കൊലപാതകങ്ങൾ ഉണ്ടായിട്ടും പ്രതിയെ പോലീസ് പിടികൂടുന്നില്ലെന്ന്. ഇയാൾക്ക് എങ്ങനെയാണ് അന്വേഷണം എത്താൻ കഴിഞ്ഞത്? ടോം, പോലീസിന് വലിയ നാണക്കേട് വരുത്തിയ ഒരു കേസാണ് ശരിക്കും ഇത്. കാരണം നിരവധി തുമ്പ് കിട്ടിയിട്ടും പ്രതിയിലേക്ക് പോലീസിന് എത്താൻ സാധിച്ചില്ല എന്നുള്ളത് പോലീസിന് വലിയ രീതിയിലുള്ള നാണക്കേട് വരുത്തി വെച്ചു. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പാരിപ്പള്ളിയിലാണ് ഏപ്രിൽ മാസം ആദ്യത്തെ കൊലപാതകം നടക്കുന്നത്. നിർമ്മാണത്തിലിരുന്ന ഒരു ഷോപ്പിംഗ് മാളിൽ മൃതശരീരം കണ്ടെത്തുകയായിരുന്നു. രക്തം വാർന്ന നിലയിലായിരുന്നു രാജേന്ദ്രൻ എന്ന ആളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസ് അവിടെ എത്തുകയും വിശദമായിട്ട് അന്വേഷണം നടത്തുകയും സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണ പുരോഗതി കാര്യമായി ഉണ്ടായില്ല. അങ്ങനെയാണ് കഴിഞ്ഞ മാസം 25-ാം തീയതി കമ്മീഷൻ ഓഫീസിന്റെ സമീപത്ത് വെച്ച് സമാനമായ രീതിയിൽ തന്നെ മറ്റൊരാളെയും കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതും രക്തം വാർന്ന നിലയിലായിരുന്നു. കഴുത്തിൽ ഷാൾ മുറുക്കി തൊട്ടടുത്ത ഒരു കുഴൽക്കിണറിന്റെ ഭാഗത്തേക്ക് കെട്ടിയ നിലയിലാണ് മൃതശരീരം കണ്ടെത്തിയത്. അതീവ ഗൗരവമേറിയ ഒരു കേസ് കൂടിയായിരുന്നു. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള പല സാക്ഷിമൊഴികളും അതുപോലെ തന്നെ സാഹചര്യ തെളിവുകളും അതുപോലെ CCTV ദൃശ്യങ്ങളടക്കം, അതായത് ഈ കൃത്യം നടന്ന ഷോപ്പിന്റെ ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചുവെങ്കിലും ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് ഇതുവരെയും സാധിച്ചിരുന്നില്ല. അത് വലിയൊരു വിമർശനത്തിന് ഇടയാവുകയും ചെയ്തിരുന്നു. ഒരുപാട് ആക്ഷേപങ്ങൾ നേരിടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വരുന്ന ശുഭകരമായ ഒരു വാർത്ത, ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. തമിഴ്നാട് തക്കലയിൽ നിന്നാണ് പിടികൂടിയത്. തക്കല സ്വദേശിയായ വിജു എന്നാണ് പേര്. അയാളെ തമിഴ്നാട് പോലീസ് പിടികൂടി കേരള പോലീസിന് കൈമാറുമെന്നാണ് അറിയുന്നത്. കേരള പോലീസിന്റെ കയ്യിൽ ഈ പ്രതിയെ കിട്ടിയതിനു ശേഷം മാത്രമേ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ഈ പ്രതിയുടെ കുറ്റകൃത്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്താണ് ഈ ഒരു ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്താനുണ്ടായ ഒരു പ്രകോപനം എന്നടക്കം പോലീസ് അന്വേഷിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഒരു പ്രതിയെ പിടികൂടി എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. വിജു എന്നാണ് പേര്. വിജുവിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് മുൻപ് തന്നെ ലഭിച്ചിരുന്നു. ഈ കൃത്യത്തിന് ശേഷം കൊല്ലത്ത് കമ്മീഷൻ ഓഫീസിന് സമീപത്ത് കൃത്യം നടത്തിയിട്ട് ഇയാൾ അവിടെ ഒരു വി പാർക്കിൽ വന്ന് വിശ്രമിച്ചു എന്നതായിട്ടുള്ള ചില സൂചനകൾ പോലീസിന് ലഭ്യമായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഈ കൃത്യം നടന്ന വിവരം പോലീസും നാട്ടുകാരും അറിഞ്ഞിട്ടും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന സമയത്തും ഈ പ്രതി കൊല്ലത്ത് തന്നെ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ഏതെങ്കിലും കേസുകളിൽ പ്രതി കൊല്ലത്ത് തന്നെ ഉണ്ടായിരുന്നു. പ്രതിയാകപ്പെട്ട വ്യക്തിയാണോ? ടോം, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു ഇതിന്റെ അന്വേഷണം. തമിഴ്നാട്ടിലും സമാനമായ രീതിയിൽ കുറ്റകൃത്യം നടത്തുന്ന ആൾക്കാരുടെ ലിസ്റ്റുകൾ പോലീസ് ശേഖരിച്ചിരുന്നു. അതുപോലെ തന്നെ കൊല്ലത്ത് ഈ കൃത്യം നടന്നതിന് ശേഷം പ്രതി തമിഴ്നാട്ടിലേക്ക് കടക്കാം എന്നുള്ള ചില സൂചനകൾ പോലീസിന് ലഭ്യമായിരുന്നു. ചില സംശയങ്ങളും ഉണ്ടായിരുന്നു. അതിർത്തികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കിയിരുന്നു. അങ്ങനെയാണ് തമിഴ്നാട്ടിൽ നിന്നും ഇന്ന് പ്രതിയെ പിടികൂടുന്നത്. പ്രതി ഇതുപോലെ തന്നെ ഈ സാമ്പത്തികത്തിന് വേണ്ടി സാമ്പത്തികം ആവശ്യപ്പെടുകയും സാമ്പത്തികം കൊടുക്കാതെ വരുമ്പോൾ ആക്രമിക്കുന്ന ഒരു രീതി പോലീസിനുണ്ട്. അങ്ങനെയുള്ള ആളാണ് ഈ കൃത്യം നടത്തിയതെന്നാണ് പോലീസിന് ചില സൂചനകൾ ലഭ്യമായത്. കാരണം കൊല്ലപ്പെട്ട 2 പേരും യാചകരാണ്. അവർ തെരുവിൽ കഴിയുന്നവരാണ്. അതായത് കടത്തിണ്ണകളിൽ അന്തി ഉറങ്ങുന്നവരാണ്. ശരിക്കും അവർക്ക് വീടുകളുണ്ടെങ്കിൽ പോലും ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ വർഷങ്ങളായിട്ട് കടത്തിണ്ണയിലാണ് അന്തി ഉറങ്ങുന്നത്. അങ്ങനെയുള്ളവരെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ചില കുറ്റകൃത്യങ്ങൾ ഇത് കേരളത്തിൽ നിന്നും ഉപരി തമിഴ്നാട്ടിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പോലീസിനറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഒരു തമിഴ്നാട് സ്വദേശിയിലേക്ക് തന്നെ ഈ ഒരു അന്വേഷണം എത്തിയതും ഒരു പ്രതിയെ ഇപ്പോൾ പിടികൂടിയതും. പക്ഷേ പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്, കുറ്റങ്ങൾ തെളിയിക്കേണ്ടതായിട്ട് ഒരുപാട് കടമകൾ ഇനി പോലീസിന് മുന്നിലുണ്ട്.
എന്തായാലും തമിഴ്നാട് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. തക്കല സ്വദേശിയാണ്, വിജു എന്നാണ് പേര്. വിജുവിനെ ഇന്ന് തന്നെ കേരള പോലീസിന് കൈമാറും. കേരള പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിലൂടെ മാത്രമേ ഈ കൊലപാതക രീതികൾ, ഈ രണ്ട് കൃത്യത്തിലും ഈ രണ്ട് കൊലപാതകത്തിലും ഈ പ്രതിക്ക് പങ്കുണ്ടോ, ഈ പ്രതി തന്നെയാണോ എന്നതടക്കം പോലീസിന് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ടോം. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.